നടക്കുമ്പോൾ ഈ ഹോസ്റ്റലിൽ എന്താണ് സംഭവിച്ചത്? അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത് അന്വേഷിച്ചിരുന്നു? അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് വാർഡനോട് അന്ന് തന്നെ അന്വേഷിച്ചിരുന്നു. 19-ാം തീയതി നമുക്ക് എഴുതി തന്നു. അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നടന്നതായിട്ട് ഒരു കുട്ടിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എഴുതി തന്നു. 20-ാം തീയതി വീണ്ടും നമ്മളൊന്നും കൂടി ചോദിച്ചു. അവിടെ എന്തോ അടിപിടി കശപിശകൾ ഉണ്ടായിട്ടുണ്ട്, അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അറിയില്ല എന്നും പറഞ്ഞു. ഡീറ്റെയിൽ എൻക്വയറി അപ്പം തന്നെ നമ്മൾ കൊടുത്തു. 130-ലേറെ കുട്ടികൾ. ഇതൊരു മാനസിക പ്രശ്നമാണ്. കാരണം ഒരു അടി നടക്കുമ്പോൾ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സിനോട് പറഞ്ഞില്ല, അധ്യാപകരോട് പറഞ്ഞില്ല, അസിസ്റ്റന്റ് വാർഡന്മാരോട് പറഞ്ഞില്ല, അവിടുത്തെ മെസ് ലേബറേഴ്സിനോട് പറഞ്ഞില്ല. ഈ നാട്ടിലുള്ള എല്ലാ 750ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു പാരൻസും ഇതറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിയാതിരുന്നതിൻ്റെ കാരണം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഇറങ്ങിയത്. വടക്കേന്ത്യയിലെ മറ്റ് ഭാഷയിലെ കുട്ടികൾ വിവരം അറിയിക്കുകയും അത് പ്രകാരം പിന്നീട് കോളേജിലെ അറിയിക്കുകയും അങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത്. കോളേജ് അറിഞ്ഞത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. ശരിയാണോ? കോളേജിലേക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കോളേജിലേക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ 21-ാം തീയതി നാഷണൽ ആൻറ്റി റാഗിംഗ് സെല്ലിൽ നിന്നും ഒരു പരാതി കിട്ടി. 20-ാം തീയതി SI ഓഫ് പോലീസ് വൈത്തിരി നമുക്കൊരു കത്ത് തന്നു. ഈ കുട്ടിക്ക് റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവശതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അറിയിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റാഗിങ്ങിൻ്റെ റൂൾ അനുസരിച്ച് 24 മണിക്കൂറിനുള്ളിൽ പറയാം, 24 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ പോലീസിലെത്തിക്കണം. ഉടനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ 700 കുട്ടികളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. ഓരോ 5 കുട്ടികൾക്കും അഡ്വൈസർമാരുണ്ട്. ആ അഡ്വൈസർമാർ വഴി അന്വേഷിച്ചു. 21-ന് കളക്ട് ചെയ്തു. 22-ന് തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കുറേ അധികം കുട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നു. അതോടൊപ്പം തന്നെ 21-ാം തീയതി 12 കുട്ടികളുടെ പേര് വെച്ചിട്ട് 21-നും 22-നും നാഷണൽ ആൻറ്റി റാഗിംഗ് സെല്ലിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ആദ്യ വിവരം കിട്ടുന്ന അവിടെ നിന്നാണ്. പോലീസ് അന്വേഷണത്തിന്റെ വിവരം 20-ാം തീയതിയാണ് കിട്ടുന്നത്. മർദ്ദനം നടന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. മർദ്ദനം നടന്നത് ആരും അറിയിച്ചിട്ടില്ല, ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ ആക്ഷൻ എടുക്കുക? ഡീനിന് ഇത് വാർഡൻ എന്നുള്ള ഒരു പദവി മാത്രമാണ്. ഡീൻ ഇതിലെ അഡ്മിനിസ്ട്രേഷൻ്റെ പാർട്ടല്ല. ഇതിലൊരു പോളിസി തീരുമാനം എടുക്കണം. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനാണ് വാർഡൻ. ഇവിടുത്തെ ഡീൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റിയുടെ ഹെഡാണ്. ആ ഫാക്കൽറ്റിയുടെ ഹെഡിന് അക്കാഡമിക്സും ഉണ്ട്, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്, ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഡീൻ എന്ന പദവി ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരാളുടെ പേരല്ല. വാർഡൻ എന്ന പദവി ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരാളുടെ പേരില്ലാതെ. കാര്യം, ഈ സർവകലാശാലയിൽ ഇത്രയും മൃഗീയമായ ആക്രമണം നടന്നിട്ടും അത് യൂണിവേഴ്സിറ്റി അധികൃതർ അറിയാതിരുന്നത് ആരുടെ വീഴ്ചയാണ് സത്യത്തിൽ? ഈ സംഭവം നടന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതി 1:55-ന് തന്നെ സ്പോട്ടിൽ നമ്മളപ്പോൾ ഈ ബോഡി ഇങ്ങനെ എടുക്കും, ആംബുലൻസുകാരനെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തന്നെ കൊളീഗായിട്ടുള്ള ഡോക്ടർ ദിനേഷ് PT എന്ന് പറഞ്ഞ ഇവിടുത്തെ തന്നെ സ്റ്റാഫാണ്. ഞാൻ പറഞ്ഞു വൈസ് ചാൻസലർ വിളിച്ചറിയിക്കണം, ഒഫീഷ്യൽസിനെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞു. ഇത് വിത്തിൻ 5 മിനിറ്റ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റി അറിഞ്ഞിട്ടുണ്ട്. ഒരു സംശയമില്ല, എല്ലാവരും അറിയിച്ചു. VC-യെ ഫോണിൽ അറിയിച്ചിട്ടുണ്ട്. VC 18-ാം തീയതി അവധിയാണ്. അദ്ദേഹം വീട്ടിലായിരിക്കാം. അന്ന് ഉച്ച മുതൽ ഉണ്ടായിരിക്കാം. കാരണം 19, 20, 21 തീയതികളിൽ ഇവിടെ ഒരു കരിയർ അഡ്വാൻസ്മെൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞല്ല, ഇവിടുത്തെ പ്രൊഫസർമാർ ആകാനും സീനിയർ പ്രൊഫസർ ആകാനും അസോസിയേറ്റ് പ്രൊഫസർ ആകാനുള്ള ഇൻറ്റേർണൽ, അതായത് പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെൻ്റ് അല്ല, അത് രണ്ടാണ്. പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതല്ല, നിലവിലെ അധ്യാപകർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ 3 ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് തലേ ദിവസം സാർ എത്തിയിട്ടുണ്ടാവും. ഈ ഹോസ്റ്റലിൽ വന്നിട്ടില്ല. ഒരു കാര്യം, ഇത്ര ദിവസമായി താങ്കൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണല്ലോ, എന്തുകൊണ്ടാണ് അത് ഇതാക്കാത്തത്? അങ്ങനെ എന്തെങ്കിലും അഴിമതിയുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? PC എന്തെങ്കിലും? ഇത് റാഗിംഗ് ആണ്. നമുക്ക് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഏറ്റവും 24 മണിക്കൂറിനുള്ളിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കണം. ഇതിൽ റാഗിങ്ങിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി പെനലൈസ്ഡ്. അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അറിയിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ്
ഈ റാഗിങ്ങിൻ്റെ പ്രൊസീജിയർ വളരെ സ്ട്രിഞ്ചൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഒരു നിരപരാധി ഇതിൽ പെടാൻ പാടില്ല. പെട്ട് കഴിഞ്ഞാൽ ക്രിമിനൽ കേസാണ്, നോൺ ബെയിലബിൾ ആണ്. അതുകൊണ്ട് കൃത്യമായി അന്വേഷിച്ച് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ മുഴുവൻ യൂണിവേഴ്സിറ്റിക്കും കോളേജിനും എതിരെ പ്രവർത്തിക്കുകയാണ്, എനിക്ക് എതിരെയാണ്. ഒരു ഡീനാണ് ഇതിനെല്ലാത്തിലും മെയിൻ ആയിട്ട് വരുന്നത്. ചില മാധ്യമങ്ങൾ ഡീൻ എന്തോ പ്രതിയായിട്ട് നിൽക്കുന്ന പോലെ പടങ്ങൾ കാണിച്ചുകൊണ്ട് ഇയാളാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് ഇതൊക്കെ മാറ്റണം, ഇത് നമ്മൾ പൊതുസമൂഹത്തിൽ എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. എല്ലാ അന്വേഷണങ്ങളും പോലീസിൻ്റെ കീഴിലാണ്. ഞാൻ പറയാം, പോലീസിൻ്റെ കീഴിലാണ് നടക്കുന്നത്. പോലീസിൻ്റെ കീഴിൽ നടക്കുന്ന ക്രിമിനൽ ഒഫൻസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നില്ല.